നമസ്കാരം. അരുണാചൽ പ്രദേശ് സ്വദേശിയായ യുവതിയെ ചൈനീസ് അധികൃതർ 18 മണിക്കൂറോളം തടഞ്ഞുവെച്ച സംഭവത്തിൽ ചൈനയെ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ചൈനയിലെ ഷാങ്ഹായ് വിമാനത്താവളത്തിലാണ് യുവതിക്ക് ദുരനുഭവം ഉണ്ടായത്. പ്രേമ തോങ്ഡോക്ക് എന്ന യുവതിക്കാണ് ദുരനുഭവം നേരിടേണ്ടി വന്നത്. പാസ്പോർട്ടിൽ ജനന സ്ഥലമായി അരുണാചൽ പ്രദേശ് എന്ന് രേഖപ്പെടുത്തിയത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞായിരുന്നു വിമാനത്താവള അധികൃതർ തടഞ്ഞുവെച്ചത്. ഇവരുടെ ഇന്ത്യൻ പാസ്പോർട്ടിൽ ജനന സ്ഥലമായി അരുണാചൽ പ്രദേശ് രേഖപ്പെടുത്തിയത് അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു വിമാനത്താവളത്തിലെ ചൈനീസ് അധികൃതരുടെ നിലപാട്. നവംബർ 21-നാണ് സംഭവം നടന്നത്. ചൈനീസ് അധികൃതർ പാസ്പോർട്ട് അസാധുവായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ വിഷയത്തിലാണ് ഇന്ത്യ പ്രതിഷേധം അറിയിച്ചത്. ഇരു രാജ്യങ്ങളും സാധാരണ നില പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇത്തരം കാരണങ്ങളുടെ പേരിൽ ഒരു യാത്രക്കാരിയെ തടഞ്ഞുവെക്കുന്ന ചൈനയുടെ നടപടി അസംബന്ധവും അസ്വീകാര്യവുമാണെന്നും ഇന്ത്യ വ്യക്തമാക്കി. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അവിടുത്തെ താമസക്കാർക്ക് ഇന്ത്യൻ പാസ്പോർട്ടിൽ യാത്ര ചെയ്യാൻ പൂർണ്ണ അവകാശമുണ്ടെന്നും ഉദ്യോഗസ്ഥർ ചൈനയെ അറിയിച്ചു. ചൈനയുടെ നടപടി ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് അനാവശ്യമായ തടസ്സം സൃഷ്ടിക്കുന്നതാണെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ട്രാൻസിറ്റ് യാത്രക്കാരെ സംബന്ധിച്ച ചിക്കാഗോ, മോൺട്രിയൽ കൺവെൻഷനുകൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ നിയമങ്ങളുടെ നേരിട്ടുള്ള ലംഘനമാണിതെന്ന് ഇന്ത്യ ചൈനയെ നിലപാടറിയിച്ചു. ഈ പെരുമാറ്റം വിശ്വാസപരമായ പുരോഗതിയെ തകർക്കാൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യ അറിയിച്ചു. ലണ്ടനിൽ നിന്ന് ജപ്പാനിലേക്കുള്ള യാത്രയിൽ വിമാനം മാറിക്കയറുന്നതിനായിട്ടാണ് യുവതി ഷാങ്ഹായ് എയർപോർട്ടിൽ ഇറങ്ങിയത്. ജപ്പാനിലേക്കുള്ള വിമാനത്തിനായി 3 മണിക്കൂർ കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ തന്റെ ഇന്ത്യൻ പൗരത്വം അംഗീകരിക്കാൻ വിസമ്മതിച്ച ഉദ്യോഗസ്ഥർ ജാപ്പനീസ് വിസ കൈവശമുണ്ടായിരുന്നിട്ടും ജപ്പാനിലേക്കുള്ള വിമാനത്തിൽ കയറാൻ അനുവദിച്ചില്ലെന്ന് യുവതി പറയുന്നു. അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണെന്ന് വാദിച്ച ഉദ്യോഗസ്ഥർ ചൈനീസ് പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ പറഞ്ഞ് തന്നെ അപമാനിച്ചതായും യുവതി ആരോപിക്കുന്നു. 18 മണിക്കൂറോളം ഭക്ഷണമോ മറ്റു സൗകര്യങ്ങളോ നൽകാതെയാണ് അധികൃതർ തന്നെ തടഞ്ഞു വെച്ചതെന്നും യുവതി പറഞ്ഞു. ജപ്പാനിലേക്കുള്ള വിമാനം നഷ്ടമായതിനു ശേഷം ചൈന ഈസ്റ്റേൺ എയർലൈൻസ് വഴിയുള്ള പുതിയ വിസ വാങ്ങിയാൽ മാത്രം പാസ്പോർട്ട് തിരികെ നൽകാമെന്ന വ്യവസ്ഥ അധികൃതർ മുന്നോട്ട് വെച്ചു. എന്നാൽ ട്രാൻസിറ്റ് മേഖലയ്ക്ക് പുറത്തേക്ക് പോകാൻ യുവതിക്ക് അനുവാദമില്ലാത്തതിനാൽ പുതിയ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. തുടർന്ന് ലണ്ടനിലുള്ള സുഹൃത്തിന്റെ സഹായത്തോടെയാണ് യുവതി ഇന്ത്യൻ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടത്. ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ഇടപെടലിനൊടുവിലാണ് രാത്രി ഏറെ വൈകിയ ശേഷം യുവതിയെ വിട്ടയച്ചത്. ഇന്ത്യൻ പാസ്പോർട്ട് എന്തുകൊണ്ട് അസാധുവായി കണക്കാക്കുന്നു എന്ന തന്റെ ചോദ്യത്തിന് അധികൃതർക്ക് രേഖാമൂലമുള്ള മറുപടി ഉണ്ടായിരുന്നില്ലെന്നും ഇത് സംബന്ധിച്ച ചോദ്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചൈനീസ് പൗരയായതുകൊണ്ട് ചൈനീസ് പാസ്പോർട്ട് എടുക്കണമെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും പ്രേമ പറയുന്നു. ഇന്ത്യൻ പാസ്പോർട്ടിനെ അസാധുവായി പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്നും ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വേദനാജനകമാണെന്നും പ്രേമ നൽകിയ പരാതിയിൽ പറയുന്നു. പ്രേമ തായ്ലൻഡിലാണ് ജോലി ചെയ്യുന്നതും താമസിക്കുന്നതും. തന്റെ ഈ അനുഭവം വിവരിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ഇമെയിൽ അയച്ചതായി യുവതി വ്യക്തമാക്കി. ഞങ്ങൾ ശുദ്ധ ഹിന്ദി സംസാരിക്കുന്ന ഇന്ത്യക്കാരാണ്. ചൈനീസ് ഭാഷ അറിയില്ല. ഇന്ത്യൻ പൗരന്മാരായതിൽ അഭിമാനിക്കുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് ഇത്തരം പീഡനങ്ങൾ നേരിടേണ്ടി വരരുത്. ഇന്ത്യ നയതന്ത്ര തലത്തിൽ പരിഹാരം കാണണമെന്നും പ്രേമ ആവശ്യപ്പെട്ടു. വിദേശകാര്യ മന്ത്രാലയം, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി, വിദേശകാര്യ സെക്രട്ടറി എന്നിവർക്ക് പ്രേമ ഇത് സംബന്ധിച്ച് കത്തെഴുതി.